ആയുധങ്ങളുടെ ചിലമ്പൊലികളും വെല്ലുവിളികളുടെ ആക്രോശങ്ങളും ഇല്ലാത്ത ഒരു ദിനം പോലും മാനവരാശിക്ക് കടന്നു പോകുന്നില്ലെന്നാണ് ലോക ചരിത്രവും വർത്തമാനകാല സംഭവ വികാസങ്ങളും ഒക്കെ ഉറക്കെ വിളിച്ചു പറയുന്നത്. ദേശീയമോ അന്തർദേശീയമോ ആഭ്യന്തരമോ ആയ സംഘർഷങ്ങൾ ഭൂഖണ്ഡങ്ങളുടെ ഏതെങ്കിലും ഒരിടത്ത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആർക്കും ആരെയും ഒരു കാരണവും മുന്നറിയിപ്പും കൂടാതെ തന്നെ കടന്നാക്രമിക്കാമെന്ന സ്ഥിതിവിശേഷം. മനുഷ്യരാശിയുടെ സ്വൈര ജീവിതത്തിനുമേൽ യുദ്ധഭീതിയുടെ കരിനിഴൽ വീണുകൊണ്ടിരിക്കുകയാണ്. ആശങ്കയുടെ, ആകാംക്ഷയുടെ, രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പോയ ലോകവാരത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. സ്വാഗതം ഭൂലോകത്തിലേക്ക്. ഹമാസിനെ ഉന്മൂലനം ചെയ്യുക, പൂർണ്ണമായും നിരായുധീകരിക്കുക ഇസ്രായേലിന്റെ എക്കാലത്തെയും പ്രഖ്യാപിത നയമാണിത്. അത് നടപ്പാക്കാൻ ഏതറ്റം വരെയും പോകുകയും ചെയ്യും. പക്ഷെ ആ പോരാട്ടത്തിൽ നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞതിൽ, ചോര വീണതിൽ കയ്യും കണക്കുമില്ല. ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിനോട് ഇസ്രായേലും ഹമാസും അനുകൂലിച്ചതോടെ കുരുതിക്കളത്തിൽ ചോര പൊടിയുന്നതിന് അവസാനമാകുമെന്ന് കരുതി. പക്ഷേ പഴയതുപോലെ തന്നെ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടാണ് ഇസ്രായേൽ. ഹമാസ് ആയുധം താഴെ വെക്കാതെ പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നു. ട്രംപിന് പോലും നെതന്യാഹുവിന്റെ നിലപാടിനോട് അതൃപ്തിയുണ്ട്. അതിനിടയിലാണ് ഹൂതികളുടെ ആക്രമണവും, അശാന്തിയുടെ ആശങ്ക നിറയ്ക്കുന്ന ചെങ്കടൽ ആക്രമണം. ഖത്തറും ഈജിപ്തുമാണ് ട്രംപ് ചുമതലപ്പെടുത്തിയ മധ്യസ്ഥർ. ദോഹയിൽ വെടിനിർത്തൽ ചർച്ച ഇഴയുമ്പോൾ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. നിരന്തരം ആക്രമണം നടത്തുന്നു. ആഹാരത്തിനായി വരി നിന്നവരെ വീണ്ടും ബോംബിട്ട് കൊന്നു. ഗാസയിലെ ദെയ്ർ അൽ ബലാഹിൽ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ വരി നിന്നവരിലേക്കാണ് ബോംബ് വർഷിച്ചത്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലേക്ക് നയിച്ച 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണത്തിൽ പങ്കാളികളായ ഭീകരരിൽ ഒരാളെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം ആനന്ദിക്കുമ്പോൾ ജീവൻ നഷ്ടമായത് 10 കുഞ്ഞുങ്ങളടക്കം 16 പലസ്തീനികൾക്കാണ്. നിരവധി പേർക്ക് പരിക്കുമേറ്റു. പോയ വാരം 2 തവണയാണ് വൈറ്റ് ഹൌസിൽ നെതന്യാഹുവും ട്രംപും കൂടിക്കാഴ്ച നടത്തിയത്. എല്ലാം ധാരണയിലേക്ക് എത്തിയെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു പിന്നാലെ വന്ന പ്രസ്താവനകൾ. പക്ഷേ തിങ്കളാഴ്ചയിലെ പരസ്യ ചർച്ചയിലെയും ചൊവ്വാഴ്ചയിലെ രഹസ്യ ചർച്ചയിലെയും ഒന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ദോഹയിൽ തുടരുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നും US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചതാണ് പ്രതീക്ഷ നൽകിയത്. പക്ഷേ ഇസ്രായേൽ മലക്കം മറിഞ്ഞത് എന്തുകൊണ്ടാകും? ബന്ദിമോചനം എത്രയും വേഗം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്നാൽ ഹമാസിന്റെ നിരായുധീകരണം കൂടി ചർച്ചകളിലൂടെ നടപ്പാക്കണം. ഇല്ലെങ്കിൽ തങ്ങളുടെ ഹീറോ ആർമി അത് നടപ്പാക്കുമെന്നാണ് നെതന്യാഹുവിന്റെ ഭീഷണി. 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ശേഷവും ഹമാസിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ ചർച്ചകളിൽ നിന്ന് ഹമാസ് പിന്മാറില്ലേ എന്നതാണ് ആശങ്ക. തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി കൂടിയാണ് വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറാകുന്നതെന്ന് ഹമാസ് തുറന്ന് സമ്മതിക്കുമ്പോൾ പിന്നീട് അതിനുള്ള സാധ്യതയില്ലെന്ന് കണ്ടാൽ ഹമാസ് ചർച്ചകൾക്ക് നിന്നുകൊടുക്കുമോ? ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള പുതിയ ഉടമ്പടി ഹമാസ് ഗ്രൂപ്പ് അംഗീകരിച്ചതായി ഹമാസ് ഉദ്യോഗസ്ഥൻ തഹർ അൽ നൂനു പറഞ്ഞതിന് പിന്നാലെയാണ് എല്ലാം തകിടം മറിയുന്നത്. വെടിനിർത്തൽ നിലവിൽ വന്നാൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നാണ് ഹമാസിന്റെ ആവശ്യം. അതിപ്പോൾ നടപ്പാകില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ചെങ്കടൽ വീണ്ടും ചോരക്കളമാക്കുകയാണ് ഹൂതികൾ. പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ മാത്രമല്ല ഇസ്രായേൽ ലക്ഷ്യമിട്ടും ഹൂതികൾ യമനിൽ നിന്നും ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണം പക്ഷേ തങ്ങളുടെ അയൺ ഡോം തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു.
ഏറ്റവും ഒടുവിൽ ചെങ്കടലിലൂടെ പോയ ലൈബീരിയൻ കപ്പലാണ് ഹൂതികൾ ആക്രമിച്ച് മുക്കിയത്. കപ്പലിലുണ്ടായിരുന്നവരിൽ 3 പേർ കൊല്ലപ്പെട്ടു, 6 പേരെ രക്ഷപ്പെടുത്തി. എറ്റേണിറ്റി സി എന്ന കപ്പലാണ് മുങ്ങിയത്. സമീപകാലത്ത് ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. 1 മണിക്കൂറോളം ആക്രമണം നീണ്ടു. റോക്കറ്റുകളിലൂടെ ഗ്രനേഡുകളും ചെറുബോംബുകളും കപ്പലിന് നേരെ വർഷിച്ചു. പിന്നാലെ 2 ഡ്രോണുകൾ ഉപയോഗിച്ചു. കൂടാതെ ബോട്ടുകളിലെത്തി ബോംബെറിഞ്ഞും ആക്രമണം നടത്തിയെന്ന് യൂറോപ്യൻ യൂണിയന്റെ സൈന്യം പറയുന്നു. വർഷം 1 ട്രില്യണിലേറെ ചരക്കുകളാണ് ഈ പാത വഴി പോകുന്നത്. 2023 നവംബർ മുതൽ ഇക്കഴിഞ്ഞ ഡിസംബർ വരെ 100ലേറെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെയുള്ള പ്രതികാരമാണിതെന്നും ഗാസയിലെ രക്തം ചൊരിച്ചിൽ ഇസ്രായേൽ അവസാനിപ്പിക്കാതെ ആക്രമണം നിർത്തില്ലെന്നും ഹൂതികൾ ആവർത്തിക്കുന്നു. ഞായറാഴ്ച ചരക്ക് കപ്പലായ മാജിക് സീസിന് നേരെയും ഹൂതി ആക്രമണം ഉണ്ടായിരുന്നു. ഇതോടെ ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കത്തിന്റെ സുരക്ഷയെ ചൊല്ലി വീണ്ടും ആശങ്കകൾ ഉയരുകയാണ്. ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്നും ഹൂതികൾക്ക് ആയുധമടക്കമുള്ള പിന്തുണ നൽകുന്നത് ഇറാൻ സൈന്യമാണെന്നും ഇത് ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നും US പറയുന്നു. പക്ഷേ ഹൂതികൾ ആക്രമണം കടുപ്പിക്കുമ്പോൾ അത് ട്രംപിനാണ് വലിയ ക്ഷീണമുണ്ടാക്കുന്നത്. ഹൂതികളെ കീഴടക്കിയെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനാണ് തിരിച്ചടിയായിരിക്കുന്നത്. 52 ദിവസത്തെ വ്യോമാക്രമണത്തിലൂടെ 100 കണക്കിന് ഹൂതികളെ കൊന്നുവെന്നും $1 ബില്യൺ ചെലവഴിച്ചുവെന്നുമാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഹൂതികളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ US-ന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ഹൂതികൾ US ഡ്രോണുകളെ വെടിവെച്ചിടുകയും നാവിക കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ വീണ്ടും ഹൂതികൾ ചെങ്കടൽ ചോരക്കളമാക്കുമ്പോൾ US വീണ്ടും ചെങ്കടലിൽ പറന്നിറങ്ങിയേക്കുമെന്ന സൂചന കൂടി മുന്നിലുണ്ട്. നവംബർ മുതൽ 2024 ഡിസംബർ വരെ ഹൂതികൾ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലുമായി 100-ലധികം വാണിജ്യ കപ്പലുകൾ ആക്രമിച്ചു. 6 മാസത്തിലേറെ നീണ്ട വെടിനിർത്തലിന് ശേഷം അവർ വീണ്ടും ആക്രമണം തുടങ്ങുമ്പോൾ ഹൂതികളുടെ വർദ്ധിത വീര്യമാണ് പ്രകടമാകുന്നത്. എന്തായാലും ചെങ്കടലിലെ സംഘർഷം ആഗോള വിപണികളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇനി അമേരിക്ക എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്.